ഇവിടെ ഒരുത്തി രാവിലെ തന്നെ പാര പണിയുന്നുണ്ട്. മറ്റുള്ളവർക്കിട്ട് പാര വയ്ക്കുന്നത് ചിലർക്കെങ്കിലും ഒരു ഹോബിയാണ്. ഇന്നേ വരെ ആരും പാര വയ്ക്കാത്ത ഒരു മനുഷ്യജീവി ലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആരെയും ദ്രോഹിക്കാത്തൊരു പഞ്ചപാവത്തിന് ആരാണോ പാരയെന്ന് പേരിട്ടത് കഷ്ടമുണ്ട് കേട്ടോ. ചട്ടി കിടക്കുന്ന കണ്ടാൽ തന്നെ ചെന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നി. ചെതുമ്പൽ പോലും ഇല്ലെന്നേ ഈ പാവത്തിന്. വൃത്തിയാക്കാനൊക്കെ എന്തൊരെളുപ്പമാണെന്നോ. എല്ലാ മീനും കഴിക്കാത്ത നമ്മുടെ അമ്മയ്ക്ക് പോലും ഈ പാവം ഭാര്യയോട് പെരുത്ത മുഹബത്താണ്. മുളക്, മല്ലി, മഞ്ഞൾ, ഉലുവ, കുരുമുളക് എല്ലാ പൊടിയും കൂടി എടുത്തൊന്ന് ചൂടാക്കി ചട്ടിയിലോട്ട് ഒഴിച്ചു. അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി അതിലേക്ക് തക്കാളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ടു. എന്നിട്ട് ഉപ്പിട്ടു, കുറച്ച് വടക്കമ്പുളി ഇട്ടു. അരപ്പെല്ലാം കൂടെ കലക്കി അടുപ്പത്ത് വെച്ചു. അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ, പക്ഷേ അരപ്പ് താ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നമ്മൾ മീനെല്ലാം കൂടെ അങ്ങോട്ട് പറക്കിയിട്ടു. നമ്മുടെ പാരക്കറി വെന്ത് പറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കടുകും കൂടി വറുത്ത് ഒഴിച്ചാൽ മതി. കറി റെഡി ആയിട്ടുണ്ട്. ഉച്ചയ്ക്കൊരു വഴിക്ക് പോകുന്നതല്ലേ, പാരയ്ക്കൊരു കൂട്ടിന് ഓടിപ്പോയി ചീനി വിഴുതു, അത് പൊളിച്ചു, അതരിഞ്ഞു, അത് തിളച്ചു, അരപ്പിട്ടു, കുത്തി അടച്ചു, കടുക് വറുത്തു. എന്തോരോരോരു കുറവുണ്ടല്ലോ. നമുക്കിത്തിരി മോരും കൂടി കാച്ചിയാലോ? വീട്ടിലെ ചീനി, വീട്ടിലെ മോര്, കായലിലെ പാര, ഇത് മൂന്നും കൂട്ടിയിട്ട് അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് അമ്മ ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പിയാണ്. ഓക്കെ, ബൈ.